വെടിനിർത്തൽ ചർച്ച പരാജയപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഇപ്പോൾ ലോക മീഡിയകൾ അന്വേഷിക്കുകയാണ്. സാധാരണഗതിയിൽ അത് 2025 വെടിനിർത്തൽ ചർച്ച ആ സമയത്ത് തന്നെ നിമിഷങ്ങൾക്കകം അത് പാലിക്കപ്പെട്ടു. അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് സോഷ്യൽ ട്രൂത്ത് ഉപയോഗിച്ച്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഇത് പാലിക്കപ്പെട്ടില്ല. ഇവിടെ പറ്റിച്ചത് പാകിസ്ഥാനാണോ അമേരിക്കയാണോ എന്നുള്ള കാര്യം ഇപ്പോൾ വലിയ രീതിയിൽ രാഷ്ട്രീയ മേഖലയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം വളരെ പെട്ടെന്നാണ് മധ്യസ്ഥൻ്റെ റോളിൽ ഇവിടെ കയറി വരുന്നത്. അത് തന്നെ ഒരുപാട് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാര്യം എല്ലാ കാലത്തും ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഈ നടമാടുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് പാകിസ്ഥാൻ. ഒരു രാജ്യമായിട്ട് പോലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഭീകരതയും തീവ്രവാദവും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട്, ഒരു ഫാക്ടറി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പാകിസ്ഥാനെ പറയാൻ വേണ്ടി സാധിക്കും. അവർക്ക് എങ്ങനെയാണ് സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് പോലും സംശയം ജനിപ്പിക്കുന്ന കാര്യമാണ്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഖത്തർ മാറി നിന്നു. എല്ലാ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ട് പരിഹാരം ഉണ്ടാക്കിയത് ഖത്തറാണ്. ഇപ്പോൾ ഫലസ്തീനിലെ ഗസയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാന കക്ഷിയായി മധ്യസ്ഥരായിട്ട് വന്നത് ഖത്തറാണ്. താലിബാൻ്റെ ഗവൺമെൻറ് അവിടെ അഫ്ഗാനിസ്ഥാനിൽ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്ത സമയത്ത് 2500ഓളം അമേരിക്കയുടെ സൈനികർ അവിടെ ഉണ്ടായിരുന്നു. അവരെ ജീവനോട് കൂടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ താലിബാൻ വിഭാഗവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ഖത്തറാണ്. ഇറാൻ്റെ 5ഓളം പൗരന്മാരെ, അമേരിക്കയുടെ 5ഓളം പൗരന്മാരെ ഇറാൻ പിടിച്ചു വെച്ച് വർഷങ്ങളോളം ജയിലിൽ താമസിച്ചിരുന്നു. അവരെ മോചിപ്പിക്കാൻ വേണ്ടി 6 ബില്യണോ അത്രയും പണം കൊടുത്ത് അങ്ങനത്തെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. അങ്ങനെ എല്ലാ വിധത്തിലും അന്താരാഷ്ട്ര തലത്തിൽ UN പൊതുസഭ ചെയ്യേണ്ട പണികളെല്ലാം ഖത്തറാണ് ചെയ്തത്. ഒടുവിൽ ഈ ഇറാൻ്റെയും അമേരിക്കയുടെയും വിഷയപ്രശ്നം എത്തിയ സമയത്ത് ആദ്യഘട്ടത്തിലൊക്കെ സജീവമായ രീതിയിൽ ഖത്തർ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് പിൻവലിച്ചു. ആ പിൻവലിയാനുള്ള കാരണം ഖത്തർ പറഞ്ഞത് ഇങ്ങനെയാണ്: തങ്ങളുടെ രാജ്യത്തെ നിരന്തരം ഇറാൻ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു മധ്യസ്ഥത പറയാൻ വേണ്ടിയിട്ട് മാനസികപരമായ രീതി ഞങ്ങൾക്കാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ മാറി നിൽക്കുന്നു എന്നുള്ളത്. ഇവിടെ രണ്ട് രീതി പറയുന്നുണ്ട്. ഒന്ന്, പാകിസ്ഥാനുമായിട്ട് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും നല്ല ബന്ധമാണ്. അസീം മുനീറായിട്ട് ബന്ധമാണ്, പ്രധാനമന്ത്രിയായിട്ടും നല്ല ബന്ധമാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയും അസീം മുനീർ എന്ന് പറയുന്ന സൈനിക കമാൻഡറെയും ഒക്കെ പേഴ്സണൽ വിരുന്നിന് വേണ്ടിയിട്ട് അമേരിക്ക വിളിക്കാറുണ്ട്. അവർ പോവാറുണ്ട്, ഇവരിങ്ങോട്ട് വരാറുണ്ട്. എടാപോടാ ബന്ധമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ പേരിൽ പാകിസ്ഥാൻ ഇല്ല. അപ്പോൾ സംഭവം പറയുന്ന സമയത്ത് മുസ്ലിം രാജ്യങ്ങളിൽ ആണവായുധ പ്രഖ്യാപനം നടത്തിയ രാജ്യമാണ് പാകിസ്ഥാൻ. പറഞ്ഞിട്ട് എന്താ, അംഗീകാരമില്ല. അപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇത്രയും വലിയ സങ്കീർണമായിരിക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് മധ്യസ്ഥ റോള് ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ രാജ്യത്ത് മധ്യസ്ഥ വഹിക്കാൻ തങ്ങൾ മധ്യസ്ഥരാവാം എന്നുള്ളത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് അവർക്ക് ആ റോൾ കൊടുത്തു എന്ന് ഒരു പക്ഷം പറയുന്നു. മറ്റൊരു രീതി പറയുന്നത് അമേരിക്ക തന്നെ പാകിസ്ഥാനെ ഏൽപ്പിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് പാകിസ്ഥാനെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ആവശ്യമാണ്. കാരണം മുസ്ലിം രാജ്യമാണ്, ആണവായുധമുള്ള രാജ്യമാണ്. ഗസയുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര സൈനികരെ ഉണ്ടാക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ സൈനികരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും. അപ്പോൾ അമേരിക്ക വല്ലാത്ത രീതിയിൽ ക്ഷോഭിച്ചുകൊണ്ട് പറഞ്ഞാൽ പിന്നെ ഇസ്രായേൽ മിണ്ടൂല്ല. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ അമേരിക്കയുടെ നെഞ്ചത്ത് ചാരി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അമേരിക്ക വലിഞ്ഞാൽ അത് വീഴും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാകിസ്ഥാൻ ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക തന്നെ വിളിച്ച് ചേർത്തതാണ് എന്നും പറയുന്നു. ഏതായിരുന്നാലും അവരിപ്പോൾ റോള് മോഡലായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നു. ഇപ്പോൾ ആ രാജ്യത്തേക്ക് ഈ ചർച്ചാ സംബന്ധമായിരിക്കും. ഇന്നാണ് ചർച്ച, ഇന്ന് വെള്ളിയാഴ്ച പ്രധാനമായിരിക്കുന്ന ചർച്ച ആരംഭിക്കുകയാണ്. ചർച്ച ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് 2 സംഘം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ എത്തിയത്. ഒരു സംഘം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വിൽസന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ ഇന്നലെ രാത്രി തന്നെ എത്തിയെന്നാണ് പറയുന്നത്. പിന്നീട് ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറായിരിക്കുന്ന മുഹമ്മദ് ബൽക്കിർ തിബാക്ക് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഒരു സംഘം.
ഈ രണ്ട് സംഘം അവിടെ എത്തിയിട്ട് അവർ നേരിട്ടാണോ ചർച്ച അല്ലെങ്കിൽ മധ്യസ്ഥർ മുഖാന്തരം ചർച്ച? ഇത് സാധാരണ ഇതിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച എന്ന് പറയുന്നത് നേരിട്ട് ഒരിക്കലും ഉണ്ടാവാറില്ല. മധ്യസ്ഥർ മുഖാന്തരം, അത് ഒമാൻ ആകുന്ന സമയത്ത് ഒമാനോട് ഇറാൻ സംസാരിക്കും, പിന്നീട് ഒമാൻ അമേരിക്കയോട് സംസാരിക്കും, പിന്നീട് അമേരിക്ക ഒമാനോട് സംസാരിക്കും, പിന്നീട് ഒമാൻ ഇറാനോട് സംസാരിക്കും. ഈ തരത്തിൽ കൃത്യമായിരിക്കുന്ന മധ്യസ്ഥത വെച്ചുകൊണ്ട് രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥനോട് സംസാരിച്ചിട്ട് ആശയങ്ങൾ കൈമാറുന്ന പ്രവർത്തിയാണ് ചെയ്യാറുള്ളത്. ഇവിടെ എങ്ങനെയാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. ഏതായാലും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ സജീവമായിട്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ തുടരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിലവിൽ ഇപ്പോൾ ഖത്തറിലാണുള്ളത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക. ഏറെക്കുറെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ നിലപാട് ഇറാന് അനുകൂലമാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാലത്തും ബ്രിട്ടൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിഴൽ പറ്റി നിൽക്കുന്നതാണ്. ലോകത്ത് അമേരിക്ക എന്ന് പറയുന്ന സൈനിക സംവിധാനം അല്ലെങ്കിൽ ആ രാജ്യം രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ലോകശക്തി പ്രാപിച്ചതിന് ശേഷം പിന്നീട് ബ്രിട്ടൻ ഏറെക്കുറെ ലോക ചരിത്രത്തിൽ നിന്ന് അല്പാൽപമായിട്ട് അപ്രത്യക്ഷമാകുന്നു, അല്ല മാറി നിൽക്കേണ്ട സ്ഥിതി വരുന്നു. സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ലോകത്ത് ഏത് രാജ്യത്തിനാണോ ഉള്ളത് അവരാണ് മുൻപന്തിൽ നിൽക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇങ്ങനെ ഇവർ മാറി നിന്നതോട് കൂടിയിട്ട് ഇവർ ശ്രദ്ധിക്കപ്പെടാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു? എല്ലാ നയത്തിനും അമേരിക്കയുടെ നിലപാടാണ് ശരിവെക്കുന്നു, എല്ലാത്തിനും ശരിവെക്കുന്നു. എന്നാൽ ഉക്രൈനിൽ എത്തിയതോട് കൂടിയിട്ട് ബ്രിട്ടൻ നിലപാട് മാറ്റി പറഞ്ഞു. നമ്മൾ ഇങ്ങനെ പോയാൽ എന്താവില്ല, നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല, നമുക്ക് നമ്മുടേതായിരിക്കും നിലപാട് വേണം എന്നുള്ളതാണ് ബ്രിട്ടൻ പാർലമെൻറ്റിൻ്റെ അഭിപ്രായം. അപ്പോൾ ഉക്രൈനിലെത്തിയ സമയത്ത് അമേരിക്കയുടെ എല്ലാ നിലപാടും യോജിച്ചിട്ടില്ല. അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറക്കി വിട്ടതാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ന്യൂയോർക്കിൽ വെച്ച്. അദ്ദേഹം ആദ്യം പോയത്, അതായത് ഉക്രൈൻ്റെ പ്രസിഡന്റ് പിന്നീട് പോയത് നേരിട്ട് ബ്രിട്ടനിലേക്കാണ്. ബ്രിട്ടനിലേക്ക് രാജോചിതമായിരിക്കുന്ന സ്വീകരണം നൽകി എന്നുള്ളതാണ് അന്നത്തെ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഏത് തരത്തിലുള്ള സഹായം നൽകും എന്നുള്ളത്. അപമാനിക്കപ്പെട്ട അമേരിക്കയ്ക്ക് സ്വീകരണം നൽകി ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇനി രണ്ടാമത്തെ ഇറാൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ ബ്രിട്ടൻ അമേരിക്കയെ സഹായിച്ചു, യുദ്ധക്കപ്പലിനെ അയച്ചു. യുദ്ധക്കപ്പലിൽ നിന്ന് ഈ യമനിലെ ഹൂത്തികൾക്ക് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം, ആക്രമണത്തിൻ്റെ പരമ്പര തന്നെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സേനാംഗങ്ങൾ ചെയ്തു. എന്നാൽ ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ ബ്രിട്ടൻ പതറിപ്പോയി. അമേരിക്കയും നിലനിൽക്കാൻ പറ്റാത്തൊരു വിധത്തിൽ വലിയ രീതിയിൽ പ്രയാസമുണ്ടായി. 2 കപ്പലെങ്ങാനും മുങ്ങി പറയുന്നു, ചില റിപ്പോർട്ടിനകത്ത് 4 കപ്പലെന്ന് പറയുന്നു. പിന്നെ അമേരിക്ക എന്താ പറയാറുള്ളത്? കേടുപാടുകൾ സംഭവിച്ചു. അതിൻ്റെ അടിഭാഗത്തുള്ള ചെറിയ ഒരു ഈ ക്ഷതത്തിൻ്റെ കാരണത്താൽ താൽക്കാലികപരമായ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഗ്രീസിലേക്ക് മാറ്റിയിരിക്കുന്നു. അങ്ങനെയാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. പിന്നെ ആ കപ്പലിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടാവാറില്ല. ഇപ്പോൾ 3 കപ്പൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്ന് മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കപ്പൽ. ആ കപ്പലിന് കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ട്, പരാതി വിഷയം എന്താ പറയുന്നത്, അത് കിച്ചണിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് കുറച്ച് പ്രശ്നം ഉണ്ടായതോടുകൂടി ഗ്രീസിലേക്ക് മാറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായമില്ല. പിന്നെ രണ്ടാമത്തത് ഇപ്പോൾ അബ്രഹാം ലിങ്കൺ കപ്പൽ ഇവിടെ അറേബ്യൻ കടലിൽ നങ്കൂരം ഇട്ടതാണ്. ഇപ്പോൾ അത് എവിടെയാണെന്ന് പോലും അറിയുന്നില്ല. അത് നടുക്കെ പടർന്നു, ഛേദിച്ചു, തീപിടുത്തം ഉണ്ടായി, എന്തൊക്കെ പ്രശ്നം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്, അമേരിക്ക അംഗീകരിച്ചിട്ടില്ലെങ്കിലും. മൂന്നാമത്തെ ഒരു കപ്പലാണ് ജോർജ് ബുഷ് കപ്പൽ. അത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് അത് ഈ ഇറാൻ്റെ കടൽ തീരത്തേക്കാണ് എത്തിയത് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും അതേക്കുറിച്ചൊന്നും ഇപ്പോൾ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല, എന്തായിട്ടുണ്ടോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം ഇങ്ങനെയാണ്. ഈ ഹോർമസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് അതാണിപ്പോൾ യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന, ഈ യുദ്ധത്തിൽ ഇറാനെ വിജയിപ്പിച്ചതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഈ ഘടകം എന്ന് പറയുന്നത്. അതിൻ്റെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ സ്വാതന്ത്ര്യവും യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന് ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നതിൽ ആരാണ് പറ്റിച്ചതെന്ന് ചോദിച്ചാൽ ഇതിൽ അമേരിക്കക്ക് തന്നെ 2 നിലപാടാണ്. ഈ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ ജയിച്ച് കയറണമെന്ന് അമേരിക്ക താല്പര്യപ്പെടുന്നു. പക്ഷേ അവരുടെ കയ്യിൽ അതിന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു തിരക്കഥാ സംവിധാനം ഇല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതപ്പെട്ട എല്ലാ തിരക്കഥയും കഴിഞ്ഞിരിക്കുന്നു. തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോയിരിക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും തരത്തിൽ വിജയിച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലെബനാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഇറാൻ കളം മാറ്റിച്ചവിട്ടി. ഇറാൻ ഇപ്പോൾ പറയുന്ന കാര്യം എന്താണ്? ലെബനാൻ ഇതിൽ പ്രധാനമായിരിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ട്, നമ്മൾ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥയായിട്ട് അംഗീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് ഞങ്ങൾ മാറുകയാണ്. ഞങ്ങൾ മാറുക എന്ന് പറയുന്ന സമയത്ത് വീണ്ടും പ്രശ്നമായി. അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം ഉണ്ടാവും. അത് അമേരിക്ക സാരമായിട്ട് ബാധിക്കുക മാത്രമല്ല അറേബ്യൻ രാജ്യങ്ങളെയും സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ സ്വാഭാവികപരമായിട്ട് പറയും, ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ മാറി നിൽക്കണം, നിങ്ങളാൽ ഞങ്ങൾക്ക് വല്ലാത്ത കഷ്ടപ്പാടുണ്ട്, ഒന്ന് മാറിത്തരൂ
എന്ന് പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത് ഒരു ഇന്നത്തെ ചർച്ച, അതിൽ നമ്മൾ പറഞ്ഞ സമയത്ത് ഫൈനലാക്കി നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ ചർച്ച വളരെ നിർണായകമാണ്, ചെറിയ നിർണായകമല്ല. ഇതിൽ ചില കഠിനമായിരിക്കുന്ന നിലപാടുകൾ അമേരിക്ക ഇസ്രായേലിന് മേൽ പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.